കെട്ടിക്കിടക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരെ ചോദിക്കുക? ഞങ്ങൾ VC ഓഫീസ് ചോദിക്കാണ് തീരുമാനിച്ചത്. സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കയറ്റാതിരിക്കാൻ എന്തിനാണ് VC പേടിക്കുന്നത്? നേരായ വഴിക്ക് ജനാധിപത്യം ഇവിടെ നീങ്ങുന്ന ഏതെങ്കിലും മനുഷ്യർ കേരളത്തിൽ പേടിക്കേണ്ട ആവശ്യം? കള്ളത്തരം കാണിക്കുന്നവരും കൊള്ളക്കാരുമാണ് കേരളത്തിൽ പേടിക്കുന്നത്. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലേ? കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം ഗവർണർക്ക് VCക്ക് പേടിക്കേണ്ടി വരും. ആ പേടി നല്ല കള്ളത്തരം കാണിക്കുന്ന VCക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത്. ആരെങ്കിലും പേടി വേണം? ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിഞ്ഞിട്ടാണ് നടക്കുക. മുഖംമൂടി വരുമ്പോൾ കരയും. നിങ്ങളെ കാണുമ്പോൾ നല്ല ധൈര്യത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നുണ്ടാ അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, SFIക്കാരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകാനാണ് പറയുന്നത്. ഞങ്ങളാരും വരെ പൊക്കിയെടുത്തൊന്നും പോകും. ഞങ്ങൾ അങ്ങനെ VC ഒന്നും പൊക്കിയെടുത്തു പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യമാണ്. അവർ പോലീസിന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്നത്. VC ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസിനെ വിളിക്കും. പോലീസെ ഒന്ന് കാത്തോളനെ, SFIക്കാർ അവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നു. പക്ഷെ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിന്റെ ചൂട് അവരറിയാം. അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയത് ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഇന്നത്തെ സമരം നിങ്ങൾ കണ്ടതല്ലേ? അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർക്കെതിരെ ഉയർന്നു. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിലാണ് നിരക്കണം. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവിപ്ലവ പ്രസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു. ഇതാണ് കേരളത്തിന്റെ മനസ്സ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക. കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്, വിദ്യാഭ്യാസ പ്രശ്നമാണ്, അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് RSS കളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റ്യൂട്ട് ലംഘനവും നടത്തിയ VC രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. SFIയുടെ നിലപാട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. സമരം ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും അതിശക്തമായ സമരം തന്നെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഗവർണർക്കെതിരെ, VCക്കെതിരെ, ഗവർണർ നിശ്ചയിച്ച VCമാർക്കെതിരെ തുടരും. RSS വൽക്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ SFI വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സംഘർഷത്തിന് ഒരൽപ്പം മയവ് വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ അവിടെ ആസ്ഥാനത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ. നാളെ ഇപ്പോൾ പണിമുടക്കായതുകൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് SFI. മറ്റന്നാൾ മുതൽ അതിശക്തമായ സമരം തന്നെ തുടരും എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിമാന പോരാട്ടം തന്നെയാണ് SFI കേരളത്തിലെ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഖ്യകളുടെ നീക്കം കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് ശിവപ്രസാദിന്റെ വാക്ക്. സെയ്ഫ് സില്ലബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ, ഇപ്പോൾ SFI സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സമരം അവർ അവസാനിപ്പിക്കുകയാണോ? ഇന്നത്തെ സമരം കുറച്ചു നേരം കൂടെ സർവകലാശാല ആസ്ഥാനത്ത് കുത്തിയിരുന്ന് അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് SFI എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ സമരം പൂർണ്ണതോതിൽ അവർ അവസാനിപ്പിക്കുന്നില്ല എന്ന് SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവ്യ, അത് വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ സമീപകാലത്തൊന്നും SFIയുടെ ഒരു സമരത്തിനിടയിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നേരത്തെ കണ്ടിട്ടുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ സമരം നടക്കുന്ന സമയത്ത് SFIയുടെ പ്രതിഷേധത്തിന് ഇടയിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, അന്ന് പാർട്ടിയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾ കോടിയേരി ബാലകൃഷ്ണൻ വന്നിരുന്നു. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ഈ സമരരംഗത്തേക്ക് വന്ന് അവിടുത്തെ പിന്തുണ അറിയിക്കുമ്പോൾ അത് പാർട്ടിയുടെ തീരുമാനമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വിട്ടുവീഴ്ചയും വേണ്ട, നിങ്ങൾ സമരം തുടർന്നോളൂ എന്ന് MV ഗോവിന്ദൻ പരസ്യമായി വന്ന് അദ്ദേഹം അവിടെ വന്ന് പിന്തുണ അറിയിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും അധിക കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ SFIക്കാർക്ക് അവർക്കുള്ള ഒരു പിന്തുണയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇന്നത്തെ സമരം അവസാനിപ്പിച്ചാലും മറ്റന്നാൾ സമരം തുടരും. നാളെ ഇപ്പോ ഇടതുപക്ഷം കൂടി പങ്കാളികളായ സമരത്തിന്റെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ട് അവർ നാളെ ഇപ്പോ സർവകലാശാലകളും മറ്റും ഉണ്ടാകില്ല. നാളെ സമരത്തിന് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകില്ല. പക്ഷേ മറ്റന്നാൾ രാവിലെ DYFIയുടെ പ്രതിഷേധം, അത് ഇതുവരെ SFI ആണ് സമരരംഗത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റമുണ്ടായി യുവജന പ്രസ്ഥാനം കൂടി സമരരംഗത്തേക്ക് വരികയാണ്. DYFIയുടെ സമരം സർവകലാശാല ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനു പിന്നാലെ SFIയുടെ സമരവും ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ആരിഫ് മുഹമ്മദിനേക്കാൾ ഖാനേക്കാൾ കുഴപ്പക്കാരനാണ് രാജേന്ദ്ര അർലേക്കർ എന്ന ബോധ്യത്തിലേക്ക് SFIയും CPM നേതൃത്വവും എത്തിച്ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് വലിയ സമര പരിപാടികളിലേക്ക് ഇടതുപക്ഷം കടന്നിരിക്കുന്നത്. അത് ആദ്യം SFI ഇറക്കുന്നു, ഇനി DYFI ഇറക്കുന്നു, പിന്നീട് അതിന് പിന്നാലെ CPM നേതൃത്വം കൂടി സമരരംഗത്തേക്ക് വരും എന്ന സൂചന നൽകുന്ന തരത്തിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് തന്നെ എത്തി ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലയിൽ ആ സമര രംഗത്തേക്ക് അത്രയും കലുഷിതമായ സ്ഥലത്തേക്ക് അദ്ദേഹം കൂടി എത്തിച്ചേർന്നുകൊണ്ട് SFIയുടെ നേതാക്കന്മാരോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തത് അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം സമരം അങ്ങനെ എത്രത്തോളം നീണ്ടുപോകുമോ അത് അത്രത്തോളം നീണ്ടുപോകുമായിരുന്നു പക്ഷേ അത് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കാം. കാരണം സമരം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നൽകാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം എത്തിച്ചേർന്നത്. എന്തായാലും ആ സമരത്തിനുള്ള ഐക്യദാർഢ്യം കൂടിയാണ് CPM നേതൃത്വം നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശം CPM SFIക്കും DYFIക്കും എല്ലാം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സമര പരിപാടികളുമായി നിയമപരമായ നടപടികളുമായി ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. ദിവ്യ, മറ്റന്നാളേക്ക് VC മോഹനൻ കുന്നുമ്മൽ തിരിച്ചെത്തുമോ? മറ്റന്നാൾ അദ്ദേഹത്തിന്റെ വിദേശയാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റന്നാളാണ് എത്തേണ്ടത്. അദ്ദേഹത്തിന്റെ നിലവിലുള്ള അറിയിപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ അവധി പ്രകാരം അദ്ദേഹം മറ്റന്നാളാണ് തിരിച്ച് എത്തേണ്ടത്. മറ്റന്നാൾ തിരിച്ച് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം അത് ഇതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പമാകും. കാരണം ഇന്നലെ SFI പതിച്ച സർവകലാശാല ആസ്ഥാനത്ത് പതിച്ച ദൃശ്യങ്ങൾ ഫ്ലക്സ് ബോർഡ് ദിവ്യ കണ്ടിട്ടുണ്ടാകും. ഗണവേഷം ധരിച്ച് അവിടെ നിൽക്കുന്ന മോഹൻ കുന്നുമ്മലിന്റെ ചിത്രം അത് അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഇനി വന്നു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിന്റെ സ്വഭാവം കുറച്ചുകൂടി കടുക്കും. എന്തായാലും മറ്റന്നാൾ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിലല്ല ആദ്യം തുടങ്ങുന്നത്, DYFIയുടെ നേതൃത്വത്തിലാണ്. അതെങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. ഈ പ്രതിഷേധങ്ങളിൽ ഇന്നിപ്പോൾ രാജ്ഭവനിൽ നിന്നോ ഗവർണറിൽ നിന്നോ ഒരു പ്രതികരണത്തിനിടെയുണ്ടോ? ഈ ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ദിവ്യ. കാരണം അദ്ദേഹം വിവിധ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സംസ്ഥാനത്ത് തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വാചകം നമ്മൾ എവിടെയും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുക എന്നതിനപ്പുറം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം മൈക്ക് വെച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കാറില്ല. അദ്ദേഹം രാജ്ഭവനിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം പിന്തുടർന്ന് വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം രാജ്ഭവനിലിരുന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് വരും സമയങ്ങൾ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഇത് അദ്ദേഹം വെറുതെ നോക്കിയിരിക്കും എന്ന് കണക്കാക്കാനും കഴിയുന്നില്ല. കാരണം സർവകലാശാലയിൽ നടന്ന സംഭവമാണ്. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമാണ്. ചാൻസലർ എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് പോലീസിനോടോ മറ്റോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും, താൽക്കാലിക VCയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അതിനകത്ത് എന്തെങ്കിലും നടപടി ചാൻസലർ എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ രാജേന്ദ്ര അർലേക്കർ അത് സ്വീകരിക്കുകയും ചെയ്യും. അത് വരും സമയങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. വെറുതെ ഇരിക്കും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും സമാനമായ പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ പ്രവർത്തകർ SFI പ്രവർത്തകർക്കെതിരെ കാറിൽ നിന്ന് ഇറങ്ങിയൊക്കെയുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണമൊക്കെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ഇവിടെ ഈ പ്രതിഷേധങ്ങളോട് ഗവർണർ മൗനം തുടരുകയാണോ നിലവിൽ? പ്രതിഷേധങ്ങളോട് പൂർണ്ണ തോതിലുള്ള മൗനം തുടരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ദിവ്യ. കാരണം അദ്ദേഹം ഈ പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹം അറിയുകയും കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് തേടുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ VC രജിസ്ട്രാറോട് വിശദീകരണം തേടുന്നു. രജിസ്ട്രാർ വിശദീകരണം നൽകുന്നു. അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം താൽക്കാലിക VCക്ക് ചുമതല നൽകി പോകുന്നു. സിസ തോമസ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സിൻഡിക്കേറ്റ് ഇതിനെ റദ്ദാക്കുന്നു. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനത്തെ എന്താണ് സംഭവിച്ചതെന്ന് താൽക്കാലിക VCയോട് അദ്ദേഹം വിശദീകരണം തേടുന്നുണ്ട്. ആ റിപ്പോർട്ട് VC തിരികെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് അദ്ദേഹം ഇതുവരെ കടന്നിട്ടില്ല. അദ്ദേഹം മൗനമായിട്ട് രാജ്ഭവനിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അദ്ദേഹം ഇതെല്ലാം കാണുകയും നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയുന്ന സ്പേസുകളിലെല്ലാം അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിനകത്ത് നടപടി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. സ്വാഭാവികമായിട്ടും ഇപ്പോ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചുള്ള ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര അർലേക്കറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ
നമ്മൾ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുന്ന ആളാണ്. അത് എവിടെയായാലും അദ്ദേഹം മറുപടി പറയും. ഇപ്പോൾ എയർപോർട്ടിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വാഹനം നിർത്തി നമ്മുടെ മുന്നിലേക്ക് വന്ന് അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറയുക, അദ്ദേഹം പ്രതികരണം നൽകുകയും ചെയ്യും. ഇദ്ദേഹം ചില പരിപാടികൾ പങ്കെടുത്ത് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു പോകുന്ന പ്രകൃതക്കാരനാണ് രാജേന്ദ്ര ആർലേക്കർ. പക്ഷെ അദ്ദേഹം രാജ്ഭവനിലിരുന്ന് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് CPM-ന്റെ ചില നേതാക്കളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്നതല്ല ഈ സംഭവം എന്നൊരു ബോധ്യത്തിലേക്ക് CPM നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് എന്ന ബോധ്യം CPM നേതാക്കൾ. ശരി, ഞാൻ സൈഫിലേക്ക് വരാം. സനിസ ശോഭാചന്ദ്രൻ കൂടി ചേരുകയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്ന്. സനിസ, ഇപ്പോഴെന്താണ് അവിടുത്തെ സ്ഥിതി? പുറത്ത് SFI പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ മാത്രമല്ലേ ഉള്ളൂ?